ഇത് നമ്മൾ ഇട്ട് വെച്ചിരുന്നത് വറുത്ത മാങ്ങാച്ചാറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരണം തോന്നി. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് തുടങ്ങാം. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉള്ള സമയമാണ് അല്ലേ. ഒരു 2 മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി മാങ്ങാച്ചാറ് ഇട്ടിരുന്നെങ്കിൽ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിനെന്ത് വേണം? നമ്മളിപ്പോഴേ കിട്ടുന്ന മാങ്ങയൊക്കെ നല്ല രീതിയിൽ പല രൂപത്തിൽ ഒക്കെ അച്ചാറിട്ട് വയ്ക്കണം. ഇപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങാച്ചാറാണെന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ വറുത്ത മാങ്ങാച്ചാറാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ പല രൂപത്തിലുള്ളതായ മാങ്ങാച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ മാങ്ങാച്ചാറ്, സൗത്ത് ഇന്ത്യൻ മാങ്ങാച്ചാറ്, നോർമൽ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന അച്ചാർ, അതുപോലെ നാരങ്ങ അച്ചാർ, ബീഫ് അച്ചാർ, കൊഞ്ചച്ചാർ, അങ്ങനെ കുറേ അച്ചാറുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. കണ്ണിമാങ്ങ അച്ചാർ, പല രൂപത്തിലുള്ളതായ അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന അച്ചാറെല്ലാം കൂടെ നമ്മളൊരു പ്ലേലിസ്റ്റിൽ ഇട്ടേക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് കയറി കാണാം. എന്നിട്ട് അതേപോലെ തയ്യാറാക്കുമെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് അച്ചാറുകൾ സൂക്ഷിച്ച് വയ്ക്കാനും അതേപോലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. ഈ മാങ്ങ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനെ ഇങ്ങനെ നീളത്തിലരിയാം. അരിഞ്ഞതിന് ശേഷം ഇതിനെ 2 ആക്കി ഇടുക. കണ്ടോ, ഇത്രയും മതി. ഇത്രയെങ്കിലും കനം വേണം. 1/2 ഇഞ്ച് കനത്തിൽ അരിഞ്ഞോട്ടെ, അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ അത് അളിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പം ഇങ്ങനെ വേണം അരിയാനായിട്ട്. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ തൊലി കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയിൽ എടുക്കുന്ന ആണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ നല്ലെണ്ണയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. നമ്മൾ ചക്കയും ചിപ്സും ഒക്കെ വറക്കുന്ന മാതിരി ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ആ വെള്ളമൊക്കെ ഒരു പൊട്ടി നിൽക്കുന്നതായ ഒരു സമയം, എന്നിട്ട് നമുക്കതിനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. ഒരുപാടങ്ങ് കറുപ്പിച്ച് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ കോരിയെടുക്കണം. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി മാങ്ങയും കൂടെ അതേപോലെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അവസാനത്തെ മാങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിനകത്തോട്ട് നമ്മളൊരു 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കറിവേപ്പിലയും മാങ്ങയും എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. നമ്മൾ ഗ്യാസ് 1 മിനിറ്റ് നേരം നമ്മളൊന്ന് ഓഫ് ചെയ്തിടുക. ഈ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടിയും കൂടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമായുള്ള മുളക് പൊടിയൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പം മുളകിൻ്റെയൊക്കെ അളവെന്ന് വെച്ചാൽ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാനൊരു 3.5 സ്പൂണോളം ഇടുന്നുണ്ട്. എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം. അച്ചാറാകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇടുന്നുണ്ട്. 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് മാങ്ങയ്ക്കിട്ട് നോക്കിയതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പം നമ്മുടെ എണ്ണയുടെ ചൂട് 1 മിനിറ്റ് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. അതിനൊന്ന് എണ്ണയ്ക്കകത്തോട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ മാങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇതിനകത്ത് കുറേ നേരം ഇളക്കണം. എല്ലായിടത്തും ഇത് മസാല എല്ലാം പിടിക്കണം. ഗ്യാസ് ഓഫാണ്. ആ ഒരു ചൂട് മാത്രം മതി കേട്ടോ. ഈ മാങ്ങയ്ക്കകത്ത് ഉപ്പിടാതാണ് വറക്കുന്നത്. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. ഇത് ഉടനെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു 15 ദിവസമെങ്കിലും ഇങ്ങനെ ഇരുന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം വേണം നമ്മൾ ഈ മാങ്ങ അച്ചാർ എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള പല അച്ചാറുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ അച്ചാറും വെളുത്തുള്ളി അച്ചാർ, കൊഞ്ചച്ചാർ, അങ്ങനെ പല തരത്തിലുള്ളതായ അച്ചാറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ണിമാങ്ങ അച്ചാർ, ഇറച്ചി അച്ചാർ. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ നമുക്ക് നല്ലൊരു പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. എന്താ
ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയം. അപ്പോൾ ഏതെല്ലാം രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാങ്ങ അച്ചാറിട്ട് വയ്ക്കാം. ഇങ്ങനെ പെരണ്ടിരിക്കണം. അപ്പം പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം വിനീഗറിനകത്ത് ചേർക്കാം. പുളിയുള്ളതാണെങ്കിൽ വിനീഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു അച്ചാറും കൂടി ഇട്ട് വെച്ചു കേട്ടോ. അപ്പം 2 അച്ചാറാണ് ആയിരിക്കുന്നത്, കടുമാങ്ങ അച്ചാർ. അപ്പം കിട്ടുന്ന മാങ്ങയൊക്കെ ഇതേപോലെ അച്ചാറിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പം നമുക്ക് ഇതേപോലെ ഈ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സീസൺ സമയമാണ്, എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. 2 മാസത്തോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊതിയായിരിക്കും ഇച്ചിരി മാങ്ങ അച്ചാറൊക്കെ കൂട്ടാനായിട്ട്. അപ്പം നമുക്കിതൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ കുടിക്കാം. അപ്പം നമ്മുടെ വറുത്ത മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. മാങ്ങയൊക്കെ തീരാറായി വരുന്നൊരു സമയമാണ്. ഇനി കിട്ടുന്ന മാങ്ങയൊന്നും വേസ്റ്റാക്കി കളയണ്ട. പല രൂപത്തിൽ ഇങ്ങനെ അച്ചാർ ഇട്ട് വയ്ക്കാന്നുണ്ടെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.